വിഷയമായിട്ട് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹമുള്ളവരെ, വിശുദ്ധ വാരത്തിന്റെ ചൊവ്വാഴ്ച. ഇന്നലെ നമ്മളുടെ ശ്രമം എൻ്റെ കണ്ണിനെ ശുദ്ധീകരിച്ച് എൻ്റെ ശരീരത്തെ മുഴുവൻ ശോഭയുള്ളതാക്കുക എന്നുള്ളതായിരുന്നു. അത് നിർത്തരുത്. കാരണം സൈക്കോളജിയൊക്കെ പഠിപ്പിക്കുന്ന 21 ദിവസമെങ്കിലും മിനിമം നമുക്ക് വേണം ഒരു ക്യാരക്ടർ മാറ്റാൻ. അപ്പം നമ്മൾ പ്രാർത്ഥനയോടെ ഈ ശ്രമം തുടർന്നുകൊണ്ട് പോകണം. അതായത് വിശുദ്ധമായവ കാണാൻ. ഇന്നത്തെ നമ്മുടെ ശ്രമം എന്താണ്? നമ്മുടെ ചെവിയെ ശുദ്ധീകരിക്കുക. കാരണം എന്താ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 10:17 വിശ്വാസം കേൾവിയിലാണ് ഉണ്ടാവുന്നത്. എനിക്ക് ഈശോയിൽ വിശ്വാസം അല്ലെങ്കിൽ ഒറ്റ അവയവം മാത്രം ശ്രദ്ധിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് കേൾക്കുന്നത്? എൻ്റെ കൂട്ടുകാരെയാണോ, അല്ലെങ്കിൽ ചില തിയറീസ് ആണോ, മറ്റു ചില കാര്യങ്ങളാണോ? ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നത്? അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈശോയുടെ വചനത്തിനും കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ ഈശോയുടെ മേലുള്ള ഒരു വിശ്വാസം നമുക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ചെവി ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ്. ലൂക്കയുടെ സുവിശേഷം 8:18 നമ്മൾ വായിക്കും. ഈശോ പറഞ്ഞതാണ്, നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശ്രമം ഇതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ കുത്തി അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുക, മൊബൈൽ ഓൺ ചെയ്ത് ബൈബിള് പ്ലേ ചെയ്യുന്നു, ഭക്തിഗാനങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ വചന പ്രഘോഷണം, ഇതും മാത്രം. അതായത് വിശുദ്ധമായി കേൾക്കാൻ ശ്രദ്ധിക്കണമേ. നല്ലത് കേൾക്കാൻ നല്ല പറയുന്നത്, വിശുദ്ധമായ. ക്രിസ്ത്യാനികൾ നല്ലത് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്? അല്ല. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധമായവ ചെയ്യാനാണ്. എല്ലാ വിശുദ്ധമായവയും നല്ലതാണ്, പക്ഷെ എല്ലാ നല്ല കാര്യവും വിശുദ്ധമായവയല്ല. അപ്പൊ അതുകൊണ്ട് വിശുദ്ധിയുള്ള കാര്യങ്ങൾ, വിശുദ്ധി ഉണ്ടെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാകും. നമ്മൾ കാണുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷത്തിലൊക്കെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ കന്യാമറിയത്തിന്റെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ യോഹന്നാനും പരിശുദ്ധാത്മാവ് നിറയുന്നു. കേട്ടാ മതി. വിശുദ്ധമായവ കേട്ടാൽ വിശുദ്ധി നിറയും, പരിശുദ്ധാത്മാവ് നിറയും. അപ്പൊ എങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ചെവിയെ ശ്രദ്ധിക്കുന്നു, കണ്ണിന്റെ കോൺസെൻട്രേഷൻ വിടാതെ തന്നെ വിശുദ്ധമായ കാണുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ നമ്മൾ കേൾക്കുന്നു. നമ്മൾ വിശ്വാസം പറയട്ടെ, ഈശ്വരന് ഒന്നും അസംഭവ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സംഭവ്യമാണ്. ലൂക്ക 1:37 നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ഈ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കും, വിശ്വസിക്കുന്നവനും എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ചെവിയാണ് കീ. അതുകൊണ്ട് വിശുദ്ധമായവ കേൾക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന നല്ലൊരു ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.